എൻ്റെ പേര് ശിശിര ഫിലിപ്പ്. ഇതെൻ്റെ മോള് സേറ സിസ്ലി, ഇതെൻ്റെ മോൻ എറിക് ജോസഫ് സിറിയക്, ഇതെൻ്റെ മമ്മി. ഇന്ന് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് കിട്ടിയൊരു സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ലഭിച്ചതിനും അതിനായിട്ട് അനുഗ്രഹിച്ച മാതാവിനും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ച് ഞങ്ങൾക്കിങ്ങോട്ട് വരാൻ അവസരം തന്നതിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാനൊരു പീഡിയാട്രിക് ഡോക്ടറാണ്, പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റും കൂടെയാണ്. ക്രിട്ടിക്കൽ കെയർ ICUവിലുള്ള കുട്ടികളെ നോക്കുന്ന ഡോക്ടറാണ്. ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇത് എനിക്ക് മകനെ കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ്. എനിക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. പക്ഷേ അതൊരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊന്നും ഞാൻ എടുക്കുന്ന ഒരാളല്ല. എനിക്ക് എൻ്റെ മോൾ എനിക്കൊരു മിറക്കിൾ ബേബി തന്നെയാണ്, പ്രാർത്ഥിച്ചുണ്ടായൊരു മോളാണ്. എനിക്ക് മോൾക്കൊരു സിബ്ലിംഗ് ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ 4 വർഷം പ്രാർത്ഥിച്ചു, പക്ഷേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ബിക്കോസ് എനിക്ക് മാതാവായിട്ട് ഈശോയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഉടമ്പടി എടുത്തു 27 ജൂലൈ 2023 ഉടമ്പടി എടുത്തു. പക്ഷേ എൻ്റെ ഉടമ്പടിയിൽ ഉള്ള ദിവസങ്ങളിലും ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നെങ്കിലും പോസിറ്റീവ് ഒന്നും ആയില്ല. പക്ഷേ എനിക്ക് തോന്നിയത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഉടമ്പടിയിലൂടെ ജീവിക്കാം, അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ 2024 ആയപ്പോഴും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടുണ്ടായില്ല. അപ്പോൾ ഒത്തിരി വാർത്തകൾ അടുത്തടുത്തായിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനും ഓരോ പാരൻസ് ആണെങ്കിലും കുട്ടികളെ കൊല്ലുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു, അങ്ങനത്തെ വാർത്തകൾ എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന് പുറമെ ഞാൻ മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാതാവ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാതാവ് അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ജൂൺ 24, 2024 ഞാൻ എൻ്റെ ഫസ്റ്റ് UPT ടെസ്റ്റ് ചെയ്തു. ഞാൻ ചെയ്യുന്നതിന് മുൻപേ ഇപ്പോൾ ലോജിക്കലായിട്ട് ആർക്കും തോന്നത്തില്ല, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ തൈലം പുരട്ടിയതിന് ശേഷമാണ് എൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തത്. എനിക്ക് പോസിറ്റീവായിരുന്നു. അന്ന് വല്ലാർപാടത്തമ്മയുടെ തിരുനാൾ ദിവസമായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം മാതാവ് തരുന്നതാണെങ്കിൽ എനിക്ക് അന്ന് പോസിറ്റീവായി കിട്ടും. അങ്ങനെ എനിക്കെൻ്റെ മോനെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. പിന്നെ എല്ലാ സ്കാൻസിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയും ഡോക്ടർ. കാരണം ഞാൻ ഇപ്പോൾ എനിക്ക് 36 ഇയേഴ്സായി, ഞാനപ്പോൾ 35 ഇയേഴ്സായിരുന്നു. അപ്പം ഡോക്ടേഴ്സിനെ പറയുമ്പോൾ ഒരു എൽഡർലി ഗ്രാവിഡ എന്ന് പറയും, അതായത് വയസ്സായിട്ട് പ്രഗ്നൻ്റ് ആയ ഒരാളെ പോലെ. അപ്പോൾ ഞാൻ ഓരോ സ്കാനും ട്യൂസ്ഡേയിലേക്ക് ആക്കാൻ തുടങ്ങി. ട്യൂസ്ഡേ അച്ഛൻ്റെ ധ്യാനമുള്ള ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സ്കാൻസ് ചെയ്യും. അതുപോലെ ഡോക്ടറിൻ്റെ റൂമിൽ കയറുന്നതിന് മുമ്പ്, സ്കാനിങ് റൂമിൽ കയറുന്നതിന് മുമ്പും ഗൈനക്കോളജിസ്റ്റിൻ്റെ റൂമിൽ കയറുന്നതിന് മുമ്പും ഞാൻ ഉടമ്പടി ഉപ്പ് നിലത്ത് വിതറുമായിരുന്നു. അങ്ങനെ എനിക്ക് എന്താണെന്നറിയില്ല, സ്കാനിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഡോക്ടർ പറയും കുഴപ്പമില്ല. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇത് കേൾക്കുമ്പം. പിന്നെ അതുപോലെ തന്നെ ജാനുവരി 23 മോർണിംഗിൽ ഞാൻ കുർബാനയും സമർപ്പിച്ചുകൊണ്ടാണ്, ഞാൻ മോൻ്റെ സിസേറിയനായിരുന്നു അതിനുവേണ്ടി പോകുന്നത്. അന്ന് ഞാൻ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ അതൊരു വ്യാഴാഴ്ചയായിരുന്നു. മധുബഹ എല്ലാം പച്ച വിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ പച്ചത്തിരിന് എനിക്ക് ഓർമ്മ വന്നു, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ എൻ്റെ സിസേറിയൻ 2:30 3 മണിക്ക് ഇടയ്ക്കായിരുന്നു. എനിക്കൊരു മോനെ തന്ന് ഈശോ അനുഗ്രഹിച്ചു. ഇവൻ ഉണ്ടായിട്ട് 1 മാസത്തിന് ശേഷം ഒരു പാരൻറ്റും ആഗ്രഹിക്കാത്തൊരു കാര്യം എനിക്കുണ്ടായി. ഇവൻ കരഞ്ഞിട്ട് ഇവനൊന്ന് ശ്വാസം പിടിച്ചു. യൂഷ്വലി ഇതിനെ ബ്രത്ത് ഹോൾഡിങ് സ്പെല്ലെന്ന് പറയും, ശ്വാസം പിടിച്ച് ബോധം പോവുക. യൂഷ്വലി കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവുന്നത് 6 മന്ത്സിന് ശേഷമാണ്. ബിലോ 6 മന്ത്സ് വെരി റെയർ. സ്റ്റഡീസ് എല്ലാം വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അന്ന് ഞാൻ ആ സിറ്റുവേഷനിൽ ഞാൻ വിചാരിച്ചു, ഞാൻ ശരിക്കും പേടിച്ചു. എൻ്റെ സ്വന്തം കുഞ്ഞിന് ഞാൻ CPR കൊടുക്കേണ്ട വരുമോ എന്ന് പേടിച്ച് ഞാൻ മാതാവേ ഈശോ എന്ന് മാത്രമേ വിളിച്ചുള്ളൂ. ആ വിളിയിൽ എൻ്റെ മോൻ കരഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് അവൻ ഉണർവ് പോയെങ്കിലും പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വണ്ടിയിൽ അവൻ അബ്സല്യൂട്ട്ലി ഫൈൻ. ഞാൻ അന്ന് അഡ്മിറ്റ് പോലും ആയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നു. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവൻ എപ്പോഴും വോമിറ്റിംഗ് ഉണ്ടാവും, എപ്പോഴും ഛർദ്ദിക്കും. അപ്പോൾ എൻ്റെ മമ്മിയുടെ കസിൻസൊക്കെ വരുമ്പോഴും കുട്ടികളിങ്ങനെ ഛർദ്ദിക്കുമെന്ന് ചോദിച്ചു. അപ്പം നമ്മളും അതിനെ കാര്യമായിട്ട് എടുത്തില്ല, കുട്ടികൾക്ക് ഉണ്ടാവുന്ന റിഫ്ലക്സ് ആയിരിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ ഈ കഴിഞ്ഞ നവംബർ 2025 അവൻ വോമിറ്റ് ചെയ്തപ്പം ബ്ലഡാണ് വോമിറ്റ് ചെയ്തത്. അതും ഒത്തിരി ബ്ലഡ് വോമിറ്റ് ചെയ്തു. അതെനിക്ക് നന്നായി എന്നെ പേടിപ്പിച്ചു. അപ്പം ഞാൻ മൈത്ര ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി.
അവനെ ട്യൂബ് ചെയ്തിട്ടാണ് സ്കോപ്പി ചെയ്യുന്നത്, OGD സ്കോപ്പി ചെയ്യുന്നത്. സ്കോപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, നല്ല ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങും ഡുവോഡനത്തിൻ്റെ ലൈനിങ്ങിലും എല്ലാം ഗ്യാസ്ട്രൈറ്റിസ് ആണ്. തൊട്ടപ്പം തന്നെ ബ്ലീഡ് ചെയ്തു. കുറച്ച് സമയമെടുത്തു, സാധാരണ മിനിറ്റ്സിനുള്ളിൽ തീരേണ്ട സ്കോപ്പി കുറച്ച് സമയമെടുത്തു. അപ്പോൾ എന്താണെന്നറിയില്ല, ബയോപ്സിക്ക് വിട്ടിട്ടുണ്ട്, ബയോപ്സിയുടെ വരട്ടെ. ബയോപ്സിയുടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകൾ വിട്ടു. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്, ഞാനൊരു പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റാണ്. ഞങ്ങൾക്ക് ആർക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡയഗ്നോസിസ്, അതായത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇതൊരു കൗസ് മിൽക്ക് അലർജിയാണോ, ഇതൊരു ഗ്ലൂട്ടൻ അലർജിയാണോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ക്രോണിക് ആയിട്ടുള്ള ഒന്നുമില്ല, പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണവും അറിയില്ല. അപ്പം എനിക്ക് തോന്നി ഇത് ഞാൻ എൻ്റെ മാതാവ് തന്ന കുഞ്ഞിനെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ളൊരു സൈനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ മോനുമായിട്ട് വന്നത്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഇവന് ഇന്നലെ 1 വയസ്സ് തികഞ്ഞു. അതുകൊണ്ട് ഞാൻ അവൻ്റെ ഫസ്റ്റ് ഇയർ എപ്പോഴും എല്ലാവരും നന്നായി ആഘോഷിക്കാൻ പറയും. ഞാൻ ഇല്ല, ആഘോഷിക്കുന്നില്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഇവനെ എത്തിക്കണം, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇന്ന് വന്നത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജോലിയുമായിട്ട് സംബന്ധിച്ചൊരു സാക്ഷ്യമാണ്. ഞാനൊരു പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ ഫെലോഷിപ്പ് കഴിഞ്ഞിട്ടുള്ളൊരു ഡോക്ടറാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ തിരിച്ച് ചെല്ലുമ്പോൾ ഞാൻ കണ്ണൂർ ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്, കോപ്പറേറ്റ് ഹോസ്പിറ്റലിൽ. ഒരു 3 months 4 months ഒക്കെ കഴിഞ്ഞപ്പം അവർ കുറച്ചൊരു കുറച്ച് കാര്യങ്ങൾ, അതായത് ഡോക്ടറിന് കട്ട്സ് തരാം. അപ്പോൾ എനിക്കെന്തോ അത്ര കംഫർട്ടബിൾ അല്ലാത്ത പോലെ തോന്നി, ഒരു വർക്ക് സ്പേസ് അത്ര സുഖമില്ലാത്ത പോലെ തോന്നി. പക്ഷേ ഞാൻ മാതാവിൻ്റെ, ഞാൻ ഉടമ്പടി ജീവിതത്തിലാണല്ലോ, ഞാൻ ഇതിനായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മാതാവ് അതിനെ എന്നെ അനുഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ മാനേജ്മെൻറ്റേ മാറി, പുതിയൊരു മാനേജ്മെൻറ്റ് വന്നു. ആ മാനേജ്മെൻറ്റിൽ അവർക്ക് നമ്മളൊരു എസെൻഷ്യൽ പാർട്ടാണെന്ന് തോന്നുന്ന പോലെയാണ് ഇപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ വളരെ കംഫർട്ടബിളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഡ്രൈവിങ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും മാതാവ് അനുഗ്രഹിച്ച് ഞാൻ നന്നായി ചെയ്യുന്നു. എൻ്റെ ഓരോ കുഞ്ഞുങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും ഞാൻ തൈലമാണ് പുരട്ടുക ആദ്യം. കാരണം സയൻസിന് ബിയോണ്ടായിട്ടൊരു പവറുണ്ട്, അതാണ് നമ്മുടെ ഈശോനെ ഏൽപ്പിച്ചുകൊണ്ടാണ് എൻ്റെ 2 മക്കളെയും ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്നത്. അവർ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാക്ഷി ഞാൻ അവസാനിപ്പിക്കുന്നു. 52-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ഡോക്ടർ ശിശിര ഒരു മിറക്കിൾ ബേബിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയുന്നത്. ഒരു മിറക്കിൾ ബേബി എന്ന് പറയാൻ കാരണം ഒരു പീഡിയാട്രിഷ്യൻ ഡോക്ടർ തന്നെയാണ് തൻ്റെ സ്വന്തം കുഞ്ഞിനു വേണ്ടി ഇത്രയും വലിയ ഒരു സാക്ഷ്യം നമ്മുടെ മുൻപിൽ ഏറ്റുപറയുന്നത്. ഡോക്ടർ ഇതിനു വേണ്ടി ചെയ്തത്, കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ആദ്യം തന്നെ ചെയ്തത് ഒരു സ്പിരിച്വൽ ആസ്തി, ഒരു ആധ്യാത്മിക ആസ്തി സമ്പാദിക്കുകയായിരുന്നു ചെയ്തത്. ഇന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊല്ലുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഈ ഡോക്ടർ എന്ന ഈ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ ഗ്രീൻ സിഗ്നൽ ഈശോയ്ക്ക് കൊടുക്കുവാനായി ഡോക്ടർ സമ്പാദിച്ച വലിയ ആസ്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരിന്നിവിടെ അൾത്താരയിൽ നിൽക്കുന്നത് എല്ലാ എവിഡൻസോടും കൂടിയാണ്. വൈദ്യശാസ്ത്രം കൈവിടുമ്പോൾ ഈശോയ്ക്ക് മാത്രമേ ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാവൂ, ജീവനെ രക്ഷിക്കാനാകൂ. ലോകത്തിൽ ഈശോ മാത്രമേ രക്ഷകനായിട്ടുള്ളൂ എന്ന് വളരെ ശക്തമായി സയൻറ്റിഫിക് എവിഡൻസോടുകൂടി പറയാൻ സാധിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും മാറ്റി ഇവരുടെ എല്ലാ പ്രശ്നങ്ങളിലും കുഞ്ഞിൻ്റെ ജീവനെ രക്ഷിക്കുക എന്നതിൽ കൂടുതൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലുണ്ടായ ഒരു വലിയ സങ്കടമായിരുന്നു. അവർക്ക് ജോലിയുമായി പൊരുത്തപ്പെട്ടു പോകാനുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മാനേജ്മെൻറ്റിനെ തന്നെ അവിടുന്ന് മാറ്റി ഇന്ന് ഡോക്ടർ ശിശിര അവിടെ ഒരു വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണായിട്ട് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ മാത്രം ദൈവം അവരെ ഉയർത്തി എന്ന് പറയുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്ക് എല്ലാ അവസരങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞ് കരയാതായപ്പോഴെല്ലാം അവർക്ക് പെട്ടെന്നുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് ലഭിക്കാനായിട്ട് ഈ ഇവിടെയുള്ള നേർച്ച വസ്തുക്കളെല്ലാം അവർക്ക് ഉപകരിച്ചു എന്നേറ്റു പറയുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ അസ്വസ്ഥതകളുടെയും, ICUവിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും ഹോസ്പിറ്റലിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും എല്ലാം, അലർജറ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടിയോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.